ഏത് വലിയ ബിസിനസ്സുകാരനായാലും, എത്ര വലിയ മൊയ്ലിയാരായാലും, എത്ര വലിയ സ്ഥാനം കിട്ടിയാലും, ഏത് അധികാരം കിട്ടിയാലും, ഏത് സ്ഥാനം നമുക്ക് ലഭിച്ചാലും നമ്മളൊരു വലിയവനാണെന്ന ചിന്ത നമ്മുടെ ഖൽബിൽ കടന്നു വരാൻ പാടില്ല. വലിയവനൊന്നേ ഉള്ളൂ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വലിയവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. മറ്റുള്ളവരെല്ലാം അവൻ്റെ അടിമകളാണ്, സൃഷ്ടികളാണ്. ഓ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് അതാ ഒരാൾ വരുന്നു സംസാരിക്കാൻ. നബി തങ്ങളെ കണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം ഇടിക്കുകയാണ്, അദ്ദേഹം വിറക്കുകയാണ്. നബി തങ്ങൾ പറയുന്നു, ഹവ്വിൻ അലൈക്ക്, നിങ്ങൾ ഇങ്ങനെയൊന്നും വിഷമിക്കേണ്ടതില്ല. ഫഇന്നീ ലസ്തു ബിമലികിൻ, ഞാനൊരു രാജാവല്ല. ഇന്നമാ അനംറും അന ഇബ്നു ഇംറഅത്തിൻ തഅകുലുൽ ഖദീദ്. അതേ ഉണങ്ങിയ തോൽ കഷ്ണങ്ങൾ അല്ലെങ്കിൽ തോലിനോട് ചേർന്ന വസ്തുക്കൾ തിന്നുകൊണ്ടിരുന്നൊരു പെണ്ണിൻ്റെ മോനാണ് ഞാൻ. എന്തിനാണ് നബിതങ്ങൾ ഇത് പറയുന്നത്? അവിടുത്തെ വിനയം പ്രകടിപ്പിക്കുകയാണ്. എൻ്റെ മുമ്പിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല, വിറക്കേണ്ടതില്ല. ഞാൻ അങ്ങനെ ഒരു ഭരണാധികാരിയല്ല. ഞാൻ റഹ്മത്തുല്ലിൽ ആലമീൻ, സർവ്വലോകത്തിനും അനുഗ്രഹമായി മാത്രം വന്നിട്ടുള്ള ആളാണ്. ഹബീബ് നബിതങ്ങൾ താഴ്മ പ്രകടിപ്പിക്കുകയാണ്. താഴ്മയാണ് മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഏറ്റവും വലിയ കാര്യം. താഴ്മയാണ്. മൻ തവാളഅ റഫഅഹുല്ലാഹ്, താഴ്മ കാണിക്കുന്നവനെ അല്ലാഹു ഉയർത്തും. വമൻ തകബ്ബറ വദഅഹുല്ലാഹ്, കിബ്ർ കാണിക്കുന്നവനെ അല്ലാഹു താഴ്ത്തിക്കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരാളുമായും സുബ്ഹാനല്ലാഹ് സണ്ട കൂടുന്ന പരിപാടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം എന്താണ്? സുബ്ഹാനല്ലാഹ്, അവിടുന്ന് എപ്പോഴും താഴ്മ പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ആ താഴ്മയുടെ ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അനുയായിക്ക് കോടാലിക്ക് പിടിയിട്ട് കൊടുക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. വീട്ടിലെത്തിയാൽ ഭാര്യയ്ക്ക് വീട്ടുജോലിയിൽ സഹായം ചെയ്യുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെപ്പോഴും നല്ല സ്വഭാവമുള്ളവരായിരിക്കണം. ഒരാളുമായിട്ടും തെറ്റാൻ പോകരുത്. ഇങ്ങോട്ട് തെറ്റിയാലും അങ്ങോട്ട് തെറ്റരുത്. അതിന് നല്ല ക്ഷമ വേണം. അതാണ് ഇത് ഫഅബില്ലത്തി ഹിയ ഹസൻ, നന്മ കൊണ്ട് തിന്മയെ ഉപരോധിക്കണം. ഫൈദല്ലദീ ബൈനക വബൈനഹു അദാബത്തുൻ കാന്നഹു വലിയ്യുൻ ഹമീം. അതായത് ശത്രുവിനെയും മിത്രുവാക്കിയെടുക്കാനുള്ള പോംവഴിയാണത്. പക്ഷെ അതെല്ലാവർക്കും കഴിയൂല. വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അളീം. നല്ല ഭാഗ്യമുള്ളവർക്കേ അതിന് സാധിക്കൂ. നമ്മൾ ആരുമായിട്ടും തെറ്റാൻ പോകരുത്, ആരുമായിട്ടും കലാട്ട കൂടാൻ പോകരുത്, ആരുമായിട്ടും മോശമായ സ്വഭാവത്തിൽ പെരുമാറരുത്. അതദ്റൂന മാ അക്സറു മാ യുദ്ഖിലുൻ നാസൽ ജന്ന, സ്വർഗത്തിൽ അധികം ആളുകളെയും സ്വർഗത്തിൽ കടത്തുന്ന സംഗതി, ആളുകളെ സ്വർഗത്തിൽ കടത്തുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയാമോ? നബി തങ്ങളെ ചോദ്യം. അതിനവിടുന്ന് മറുപടി വരികയാണ്, തഖ്വല്ലാഹി വ ഹുസ്നുൽ ഖുലുഖ്. അല്ലാഹു കൽപ്പിച്ചത് എടുക്കുകയും അല്ലാഹു വിരോധിച്ചത് ഒഴിക്കുകയും ചെയ്ത് നല്ല ക്ലിയറായ മനസ്സോടെ ജീവിക്കുകയും വഹുസ്നുൽ ഖുലുഖ്, സ്വഭാവം നന്നാക്കലുമാണ്. സുഹൃത്തുക്കളെ, മയമായി സംസാരിക്കണം. ആരോടും, എതിരാളിയോടും മയമായി സംസാരിക്കണം, അനുകൂലിയോടും മയമായി സംസാരിക്കണം. നമ്മുടെ നാവ് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതം നയിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാവ് കൊണ്ട് ധാരാളം ഖുർആൻ ഓതാൻ, ധാരാളം സലാത്ത് ചൊല്ലാൻ, ധാരാളം ഹബീബിൻ്റെ മദ്ഹ് പറയാൻ, ധാരാളം ഇൽമ് പറയാൻ, ധാരാളം നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹറാമായ വാചകങ്ങളിൽ നിന്ന്, ചീത്ത വിളികളിൽ നിന്ന്, തെറിവിളികളിൽ നിന്ന്, കള്ളം പറയുന്നതിൽ നിന്ന്, ഗീബത്ത് പറയുന്നതിൽ നിന്ന്, നമീമത്ത് പറയുന്നതിൽ നിന്ന്, അനാവശ്യ സംസാരങ്ങളിൽ നിന്ന് നമ്മുടെ നാവിനെ അല്ലാഹു കാക്കട്ടെ. അവസാനം മരിക്കാൻ നോക്കുന്ന സമയത്ത് ഏറ്റവും നല്ല കലിമ
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുഹൃത്തുക്കളെ, വഫാത്ത് അടുത്തെത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ് ഇദന്നൽ ഖൽഹിബ്ബ മുഹമ്മദൻ വഹിസ്ബ, മരണമാണെന്നറിഞ്ഞപ്പോൾ ഇദന്നൽ ഖൽഹിബ്ബ, എനിക്ക് പ്രിയം വെച്ചവരെ മരിച്ചാൽ കാണാമല്ലോ. മുഹമ്മദൻ വഹിസ്ബ, എനിക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തെത്താമല്ലോ, അവിടുത്തെ കക്ഷികളുടെ കൂടെ എത്താമല്ലോ എന്ന് മരണസമയത്ത് ചൊല്ലിയ സഹാബത്തില്ലേ. അവിടുത്തോടുള്ള സ്നേഹമുണ്ടാകുമ്പോൾ എല്ലാ സമയത്തും ആ സ്നേഹം തന്നെ. റബ്ബേ, അങ്ങനെ അവിടുത്തെ സ്നേഹിച്ച് ആ സ്നേഹത്തിലായി മരിച്ച് അവിടുത്തെ കൊടിക്കീഴിൽ ഒരുമിച്ച് കൂടുന്നവരിലും അവിടുന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവരിലും ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിച്ച എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെയും ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹായിച്ചവരെയും നീ ഉൾപ്പെടുത്തി തരണം അല്ലാഹ്.